കാരണം 170 രാജ്യമായിട്ട് വ്യാപിച്ച് 47 വർഷമായിട്ട് വിജയം വന്നേക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലെ ഒരു പുതിയ ഉടായ്പ് ആയിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേര് ഉമ്മയും മോനും. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ആളാണ് പണ്ട് കാലത്ത്. കല്ല് ചുമന്നിട്ടും അങ്ങനെ കഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ കല്ല് ചുമക്കലൊന്നുമല്ല, ഇപ്പോൾ നാട്ടുകാരെ പറ്റിക്കലാണ് പരിപാടി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മണി ചെയ്യാൻ പരിപാടിയാണ്. അതായത് പണ്ടൊക്കെ കണ്ടിരുന്നു. ഇപ്പോൾ പണ്ട് നമ്മളെ വീട്ടിൽ ആരെങ്കിലും വന്നിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ കാലം മാറി. ഇപ്പോൾ ഡയറക്റ്റ് മൊബൈലിൽ കൂടെയാണ് ഇങ്ങനത്തെ കുറച്ച് ഉടായ്പന്മാർ സപ്പോർട്ട് ചെയ്യാനും ആളെ ചേർക്കാനും ഇങ്ങനത്തെ കുറച്ച് ആൾക്കാർ. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. എന്തായാലും ഇക്ക വരി ഫ്ലൈറ്റ് പോരുന്നു. ഫ്ലൈറ്റ് എന്താ ഓട്ടർഷേ ഓടിച്ചാടിക്കാറാ. കാക്കോ, നിങ്ങൾ ഇവിടെ അങ്ങനെ മുടിയും ചെയ്യുന്നോ? ഓല് കണ്ടോ, മാസം ട്രിപ്പും പോവും, അടിച്ചുപൊളി ജീവിതവും. അളിയാ, നിങ്ങളെ രണ്ടാളെയും കൊണ്ടേ എനിക്കൊരു തൊഴിലില്ല. ഒരുത്തിയാണെങ്കിൽ അവിടെ സമാധാനം തരുന്നില്ല. അല്ല, നിങ്ങൾ ഈ മാസം ട്രിപ്പ് പോകാൻ നിങ്ങൾക്ക് ഇത് എവിടെ പൈസ? ആരുടെ പൈസ? നിന്റെ പൈസ ഒക്കെ ഒന്നല്ല, ഓള് പൈസ ഉണ്ടാക്കണു. ആരുടെ പൈസ? അപ്പോൾ മനസ്സിലായില്ലേ, നാട്ടുകാരെ പൈസ പറ്റിക്കണ പരിപാടിയുണ്ട്. നാട്ടുകാരെ പൈസക്ക് ടൂറും പോവാ, അങ്ങോട്ട് പോവാ, ആൾക്കാരെ പറയും. എന്നിട്ട് ആരെ പൈസ ആണ് അവൻ്റെ വായം തന്നെ അറിയാണ്ട് വീണ്. ബാക്കി കേട്ടോക്കെ താത്താന്റെ പൈസക്ക് അതെങ്ങനെ? അതെ, അവള് വീട്ടിലിരുന്ന് ഓൺലൈനിലായിട്ട് ഫോറെവർ ലിവിംഗ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ മന്ത്ലി നല്ലൊരു പൈസ ഉണ്ടാക്കും. എനിക്ക് ജോലിയാണെങ്കിലേ മന്ത്ലി നല്ലൊരു ഇൻകവും, കാർ പ്ലാൻ അച്ചീവും, ഷെയർമാൻ ബോണസും ഉണ്ട്. അല്ലളിയാ, ഈ കമ്പനിക്ക് വിശ്വസിക്കാൻ പറ്റും ഇന്നത്തെ കാലത്ത്? 100% വിശ്വസിക്കുക. കാരണം 170 രാജ്യമായിട്ട് വ്യാപിച്ച് 47 വർഷമായിട്ട് വിജയകരമായിട്ട് 100% വിശ്വസിക്കാം. കമ്പനിയുടെ CEO ചിലപ്പോൾ ഇവനാവും, പറയാൻ പറ്റില്ല. 160 രാജ്യങ്ങളിൽ ഇവിടെ ടാറ്റക്കും മാരുതി കടക്കും 160 സ്ഥലങ്ങളിൽ ബിസിനസ് ഇല്ല. പിന്നെയാണ് ഇയാൾക്ക് ഇവൻ്റെ ഓരോ ഉഡായ്പ്. ബാക്കി കേട്ടോക്കെ ഈ സെറ്റണതൊക്കെ ഓക്കെ. നിങ്ങൾ ഈ മാസം ടൂറൊക്കെ പോണത് എങ്ങോട്ടാ? എടാ, അതൊക്കെ ഇതിൽ പെട്ടാണ്. 2 ഇന്റർനാഷണൽ ട്രിപ്പും 3 നാഷണൽ ട്രിപ്പും അത് ഫ്രീ ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ അതാണല്ലേ കാര്യം. അതെ, ഇവിടെ ഇങ്ങനെ പാത്രം കഴുകി കിടന്നോ? അവിടെ പൈസ ഉണ്ടാക്കണത് അളിയനല്ല, ഇത്താത്ത അവിടെ പൈസ ഉണ്ടാക്കി ഒരു കറങ്ങാൻ അടിച്ചു കൊടുക്കണത്. ഞാൻ നല്ല കാലം ഇനി ഇതന്നെ ഉള്ളൂ. എന്തെങ്കിലും അങ്ങനത്തെ പണി എന്തെങ്കിലും നോക്കും. ഉന്റെ പൊന്നും മോനെ, നല്ല ആരോഗ്യം പോലെ ഒരു ഉഡായ്പ സാധനങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കി കേട്ടോ. അപ്പൊ നിങ്ങൾക്കും വീട്ടിലിരുന്നുകൊണ്ട് ഇതുപോലെ മന്ത്ലി നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാം. നിങ്ങൾ ട്രിപ്പുകൾ അടിച്ചു കൊടുക്കുക. അതിന്റെ കൂടുതൽ വിവരങ്ങൾക്ക് ഇവരെ നമ്പറും ഡീറ്റെയിൽസും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ട എൻ്റെ ഉഡായ്പ ആപ്പും. ഞങ്ങൾക്ക് ട്രിപ്പ് പോകാൻ ആഗ്രഹമല്ല. പൊന്നാൻ സുഹൃത്ത് ഒരു ഉപകാരം ചെയ്യും. ഇങ്ങനെ നാട്ടുകാരെ പറ്റിക്കരുത് പ്ലീസ്. ഈ ഒന്നുമില്ലെങ്കിൽ വീഡിയോ ഒക്കെ ഞാൻ കണ്ടോക്കിയപ്പോൾ കല്ല് ചുമക്കണ വീഡിയോ പണ്ട് മുതലേ എൻ്റെ ഓരോ വിഷമങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ റീച്ച് ആയത്. അത്ര വിഷമം അനുഭവിച്ചുള്ള ആളാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഉടായ്പ സാധനമായിട്ട് ഇനി വരരുത് പ്ലീസ്. റിക്വസ്റ്റാണ്. എന്തിനാണ് ഈ നാട്ടുകാരെ പൈസ പറ്റിക്കണം? അതിലെന്ത് സുഖം? ഒന്നുമില്ല. ഇയല്ലേ പറഞ്ഞ് ഞാൻ കല്ലും കട്ടൻ ചുമന്നിട്ടാണ് ഇതുവരെ എത്തിയത്. അങ്ങനെയുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഈ ഒന്നും ഒരു കാര്യം ചെയ്യും. അങ്ങനെയുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഈ ഉടായ്പ കാര്യങ്ങളൊന്നും പ്രൊമോട്ട് ചെയ്യില്ല. ദൈവം ഈ പരിപാടി ഒന്നും വരല്ലേ. പാവങ്ങൾ ഓരോരുത്തർ പറ്റിക്കൊണ്ട് ഓരോ കാര്യങ്ങൾ. അനക്ക് ഒരുപാട് പൈസ തരണ്ടാവും ഇത് പ്രൊമോട്ട് ചെയ്യുമ്പോൾ. ലക്ഷങ്ങൾ തരണ്ടാവും, ആയിരങ്ങൾ തരണ്ടാവും. അത് നാട്ടിൽ അങ്ങനെ പറ്റിക്കല്ലേ പോലും സുഹൃത്തെ. എന്തായാലും ഞാൻ വീഡിയോ നിർത്തി. ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാലേ ഇങ്ങനത്തെ ഇതിപ്പോൾ നിങ്ങളും കാണും. കാരണം 2 മില്യൺ 3 മില്യനൊക്കെയാണ് വരെ വ്യൂ. അപ്പോൾ നിങ്ങളും കാണണ്ടാവും. അപ്പോൾ കാണുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒരു പറ്റിക്കലാന്ന് തുറന്ന് പറയുന്നത് ഞാൻ. അതുകൊണ്ടാണ് പോലും ഇതിലൊന്നും പോയി തലവെക്കരുത്. അതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ ഈ പറയണത്. ഇങ്ങനെ കുറേ ഉടായ്പന്മാരെ ഇറങ്ങിക്കോളും. ഇൻസ്റ്റാഗ്രാമിൽ തുറന്നാൽ ഇങ്ങനത്തെ കള്ളത്തരം ഉടായ്പകളാണ്. എന്തെന്നാ പറയാം. അപ്പോൾ ശരി, എന്നാൽ വീഡിയോ അവിടെ നിർത്തുന്നു. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാവരെ. ബൈ.